അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എൻ്റെ ദോഷമെന്നും എൻ്റെ പാപമെന്നും മാഫ് ചെയ്ത് കിട്ടണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ധാരാളം ദിക്റുകളും ദുആകളും ഒക്കെ നാം നിർവഹിക്കുന്നവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഒരു ഹദീസിൽ ഒരു ദിക്റ് പഠിപ്പിക്കുന്നു. ആ ദിക്റ് നാം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും എല്ലാ ദോഷങ്ങളും അള്ളാഹു വിട്ടുപൊറുത്ത് അള്ളാഹു മാഫ് ചെയ്തിരിക്കും. മുത്തുനബിയല്ലേ പറയുന്നത്, അത് പറയാൻ അധികാരം മുത്തുനബിക്കും ഉണ്ടല്ലോ. അപ്പോൾ നാം ഗൗരവത്തോടു കൂടെ ആ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു മാഫ് ചെയ്തിരിക്കും. എന്താണ് ആ ദിക്ർ? മുത്തുനബി പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ അലൽ അർളി റജുലുൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിൽ ചില ദിക്റുകൾ മുത്തുനബി ഓർമ്മപ്പെടുത്തി. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ. അതേ, രണ്ടാമതായി അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ. മൂന്നാമതായി സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ. നാലാമതായി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ദിക്ർ. അഞ്ചാമതായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അളീം. ഇങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു 5 ദിക്റുകൾ നമ്മെ ഓർമ്മപ്പെടുത്തി. അതായത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്റാണ് എന്ന് പറഞ്ഞിട്ട് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇതിനെ പതിവാക്കിയാൽ, ഇതിനെ മുറുകെ പിടിച്ചാൽ, ഇതിനെ വേണ്ടതുപോലെ ഗൗരവിച്ച് അവൻ്റെ ജീവിതത്തിൽ ദീർഘിപ്പിച്ചാൽ അവന് കിട്ടാൻ പോകുന്ന നേട്ടമെന്നാണ് ഇല്ലാ കഫറത് അൻഹു ദുനൂബഹു വലൗ കാനത് അക്സറ മിൻ സബ്ദിൽ ബഹർ. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ ദോഷങ്ങളും എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഈ പറഞ്ഞത് ബന്ധോഷങ്ങൾ പുറത്തു കൊടുക്കുക എന്നല്ല, മറ്റുള്ള നാം അറിയാതെ ദിനേന എത്രയോ ചെറിയ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്. ആ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും, അള്ളാഹു മാഫ് ചെയ്തു തരും. അത്രമാത്രം ഒരു പോരിശയുള്ള ഒരു ദിക്റാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മരം കണ്ടപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വടിയെടുത്ത് ആ മരത്തിന് അടിക്കുകയാണ്. അപ്പോൾ അടിച്ചപ്പോൾ സ്വാഭാവികമായി ആ മരത്തിൻ്റെ ഇലകളൊക്കെയും ഇങ്ങനെ ഉതിർന്നു വീണു. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബാക്കളോട് പറയാണ്, ഓ സ്വഹാബ, ഇപ്പോൾ ഈ ഇലകൾ ഏതുപോലെ ഉതിർന്നു വീണോ അതുപോലെ തന്നെ ഒരു മുഅ്മിൻ അവൻ്റെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ഈ ദിക്ർ വരാളെ പതിവാക്കിയാൽ ഇപ്പോൾ ഏതുപോലെയാണോ ഇലകൾ താഴെ ഉതിർന്നു വീണത് അതുപോലെ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത എല്ലാ പാപങ്ങളും ഉതിർന്നു പോകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബാക്കളോട് പഠിപ്പിക്കുകയാണ്. മുത്തുനബി എത്രമാത്രം ഗൗരവത്തോടു ഈ ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു വിഷയമൊന്നുമല്ലല്ലോ. മുത്തുനബിയല്ലേ പഠിപ്പിച്ചത്. അവിടുത്തെ ജീവിതത്തിൽ ഒരു കളവും അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു വാക്കുപോലും മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ള ഓർഡർ പ്രകാരമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ദിനേന എത്രമാത്രം ദോഷങ്ങൾ ചെയ്യുന്ന നമുക്ക് ഇത്തരത്തിലുള്ള ദിക്റുകളെ പതിവാക്കൽ നിർബന്ധമാണ്. തീർച്ചയായും ഗൗരവത്തോടു കൂടെ ഈ ദിക്റുകളെ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും അവൻ പൊറുത്തിരിക്കും, അവൻ മാഫ് ചെയ്തിരിക്കും. ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിനെ വേണ്ടതുപോലെ
പതിവാക്കാൻ അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.